അല്ലെ തെല്ലവീവിലെ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ധാരാളം ഇങ്ങനെ ജട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നു. അതിൽ ഐ ലവ് ജൂയിഷ് ബോയ്സ്, ഐ ലവ് ജൂയിഷ് ഗേൾസ്, ഐ ലവ് ജൂസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ജട്ടികൾ. അതായത് ഞാൻ ജൂവിനെ പ്രണയിക്കുന്നു, ഞാൻ ജൂത പെണ്ണിനെ പ്രണയിക്കുന്നു, ഞാൻ യഹൂദ ആണിനെ പ്രണയിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ചട്ടികളാക്കുന്നു. അപ്പോൾ ഞാൻ അത് സ്വാഭാവികമായിട്ടും അത് വീഡിയോ എടുത്തു, അതെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്താ പറയുക തംബ്നെയിലിൽ ആ പിക്ചർ എടുത്തിട്ട് ജൂത ചട്ടി എന്ന് മെൻഷൻ ചെയ്ത് ഞാൻ എന്താ പറയുക അതിലിട്ടു. പോരാടുന്ന IDF, അതായത് ഇവരെ ഞാൻ ടെററിസ്റ്റ് ആയിട്ടാണല്ലോ കാണുന്നത്. അതെ, ഞാൻ ഹമാസിനെ ടെററിസ്റ്റ് ആയിട്ട് കാണുവാണെങ്കിൽ IDFനെയും ടെററിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ചില ആഴ്ചകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് മലയാളി വ്ളോഗറായിട്ടുള്ള മാഹീൻ ഇസ്രായേലിൽ പോയി താൻ നടത്തിയ ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളായിട്ട് ഈ വിഷയത്തോടനുബന്ധിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. നമുക്കറിയാം, മാഹീൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ട്രാവൽ ബ്ലോഗറാണ്. എസ്പെഷ്യലി ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലാണ് അദ്ദേഹം ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടെയൊക്കെ കാണുന്ന കാര്യങ്ങൾ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ, ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന അവിടുത്തെ സംസ്കാരങ്ങളും അവിടുത്തെ ജീവിത രീതികളും ഒക്കെ ഒപ്പിയെടുത്തുകൊണ്ട് മലയാളികൾക്ക് അത് സമ്മാനിക്കുന്നതായിട്ടുള്ള ഒരു ട്രാവൽ ബ്ലോഗറാണ് മാഹീൻ. എന്നാൽ അദ്ദേഹം ഈ ഇടയ്ക്ക് ഇസ്രായേലിലേക്ക് തൻ്റെ യാത്ര നടത്തുകയും ഇസ്രായേലിൽ ചെന്നു കഴിഞ്ഞു താൻ നടത്തിയതായിട്ടുള്ള ചില പരാമർശങ്ങൾ ഇസ്രായേലി മലയാളികളിലും അതേപോലെ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക്, അത് എല്ലാ മലയാളികളും എന്ന് പറയുന്നില്ല, എന്നാൽ ഇസ്രായേലിനെ സ്നേഹിക്കുകയും ആ ജനതയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതുമായിട്ടുള്ള ഒരു പറ്റം ജനത്തിന് വളരെയധികം ഹേർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാഹീൻ ചെയ്തത്, ഇപ്പോൾ എൻ്റെ തമ്പനയിൽ ഇതാണ്, മാഹീൻ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. ഇസ്രായേലിലെ ഇമിഗ്രേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഇമിഗ്രേഷനെ പരാമർശിച്ചുകൊണ്ട് മാഹീൻ നടത്തിയ പ്രസ്താവന കൗതുകം ഉണർത്തുന്നതാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെതായിട്ടുള്ള ജിയോ പൊളിറ്റിക്സ്, ആ രാജ്യം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നും എന്താണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എസ്പെഷ്യലി കഴിഞ്ഞ 440 ദിവസമായിട്ട് ഇസ്രായേൽ അവർ യുദ്ധത്തിലാണ്. ശത്രു രാജ്യങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഇസ്രായേൽ. ഏകദേശം 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള സുരക്ഷാ പ്രോട്ടോകോൾസ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വരുന്ന ഏതൊരു രാജ്യത്തിൻ്റെ പൗരനെയും വളരെ നന്നായിട്ട് തന്നെ അവർ ചോദ്യങ്ങൾ ചോദിക്കുകയും അവർക്ക് ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവർ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അവർ ആ വിസിറ്ററെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങൾ USA പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പോവുകയാണെങ്കിലോ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലോ നമുക്കറിയാം ഇമിഗ്രേഷൻ ടഫാണ്. എസ്പെഷ്യലി അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള ഇമിഗ്രേഷനാണ്. അതിനേക്കാളൊക്കെ കുറച്ചും കൂടി ഒരു സുരക്ഷാ പ്രാധാന്യം ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് മാഹീൻ അത്രയും സമയം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. അടുത്തതായിട്ടുള്ള മാഹീൻ്റെ പരാമർശം എന്ന് പറഞ്ഞാൽ ജൂത ജെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഒരു പരാമർശം നടത്തുകയുണ്ടായി. മാഹീൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വളരെ വലിയൊരു റവന്യൂ എന്ന് പറയുന്നത് ടൂറിസത്തിൽ നിന്നുമാണ്. അവർ ടൂറിസത്തിൽ നിന്നാണ് വളരെ വലിയൊരു റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്.
അതേപോലെ തന്നെ അവിടുത്തെ കച്ചവടക്കാരും ടൂറിസത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരുടെ റവന്യൂ ഏൺ ചെയ്യുന്നത്. അത്തരം ഒരു രാജ്യത്തിൽ അവരുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെതായിട്ടുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ ഇത്തരം ട്രിക്സുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഐ ലവ് ജൂയിഷ് ഗേൾ, ഐ ലവ് ജൂയിഷ് ബോയ്, ഐ ലവ് ജൂയിഷ്. ഇത് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അതിനെ നമ്മൾ ഒരിക്കലും തെറ്റായിട്ട് പരാമർശിക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല. അതൊരു ഒരു ആ വേർഡ് എടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓക്വേർഡായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഒരു രാജ്യത്ത് ചെല്ലുകയും ആ രാജ്യത്തെ താൻ കണ്ടതായിക്കോട്ടെ, പക്ഷെ താൻ കണ്ടതിനെ പല രീതികളിലും അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ താൻ കൊടുത്ത ആ തമ്പനയിലും കാര്യങ്ങളൊന്നും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. താൻ തമ്പനയിൽ ഒഴിവാക്കിക്കോ, തൻ്റെ വീഡിയോൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിരുന്നു എന്ന്. അതിന് പകരം ഇതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പരാമർശത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രകോപനമാക്കിക്കൊണ്ട് ചെയ്തത്, മാഹിൻ ചെയ്ത ആ വീഡിയോ തികച്ചും തെറ്റാണ്. ഇത് ആർക്കും ഗുണമില്ലാത്തൊരു സംഭവമാണ്. മാഹിന് ഒരു പക്ഷേ ഗുണമുണ്ടാവുമായിരിക്കും. കാരണം ഇസ്രായേൽ ജൂത ജനതയെ ഇങ്ങനെ കൊച്ചാക്കി കാണിക്കുന്ന, അല്ലെങ്കിൽ ജൂത ജനതയെ ഇങ്ങനെ മോശമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് കണ്ട് തനിക്ക് റീച്ച് കൂടും എന്നുള്ളത് ഒരുപക്ഷെ തൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഗെയിനിന് വേണ്ടിയിട്ടായിരിക്കും താൻ അങ്ങനെ ചെയ്തത്. പക്ഷെ അതൊരിക്കലും ശരിയായില്ല, അത് ഒഴിവാക്കാമായിരുന്നു. അടുത്തതായിട്ട് എനിക്ക് മാഹിൻ്റെ ഒരു പ്രതികരണം വന്നത്, താൻ ഇങ്ങനെ ഈ വീഡിയോ എല്ലാം ചെയ്തു, അത് ഇസ്രായേലിലെ മലയാളികളും മറ്റു മലയാളികളും കുറേ പേരത് എടുത്തുകൊണ്ട് തന്നെ റോസ്റ്റ് ചെയ്തു. തനിക്ക് ശക്തമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. കുറേ ദിവസങ്ങൾ മാഹിൻ വീഡിയോ ഒന്നും ചെയ്യാതെ മാറി നിന്നു. മാഹിൻ ഇസ്രായേലിൽ വന്നിട്ട് മിസ്സിംഗ് ആണെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നതിൻ്റെ പിന്നാലെ ചില ദിവസങ്ങൾക്ക് ശേഷം മാഹിൻ ഒരു റിയാക്ഷൻ വീഡിയോ പോലുള്ള ഒരു വീഡിയോ ആയിട്ട്, താൻ പറയുന്നത് റിയാക്ഷൻ അല്ല എന്ന്, പക്ഷെ താൻ കോട്ട് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഒരു തരത്തിലൊരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ആ റിയാക്ഷൻ വീഡിയോയ്ക്കകത്ത് മാഹിൻ പറയുന്നുണ്ട് IDF തീവ്രവാദികളാണെന്ന്. എങ്ങനെ പറയാൻ കഴിയും മാഹിന് IDF എന്ന് പറയുന്ന ആ ഒരു മിലിറ്ററി വിങ്ങിനെ, അല്ല ആ മിലിറ്ററിയെ എങ്ങനെയാണ് തനിക്ക് ഒരു തീവ്രവാദി എന്ന് പറയാൻ കഴിയുക? IDF നിലകൊള്ളുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ യഹൂദൈസോ അല്ലെങ്കിൽ മുസ്ലിമിനെയോ അല്ലെങ്കിൽ ഹിന്ദുവിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സൈനിക വിഭാഗമല്ല IDF. അവരവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏത് ടഫായിട്ടുള്ള സിറ്റുവേഷൻസിനെയും നേരിടാൻ അവർ സന്നദ്ധരാണ്. അതിന് അവർ വെൽ ട്രെയിൻഡ് ആണ്. ഒരിക്കലും IDFനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു തീവ്രവാദി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. എന്താണ് തീവ്രവാദി? ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിനോ ഏതെങ്കിലും സൈദ്ധാന്തികത്തിനോ വേണ്ടിയിട്ട് തീവ്രമായിട്ട് നിലകൊള്ളുന്ന, തൻ്റെ ചുറ്റുപാടുകളെ മറന്നുകൊണ്ട് എന്തിനേയും തൻ്റെ മുമ്പിൽ വരുന്നതിനെ ശത്രുവായി കണ്ടുകൊണ്ട് തൻ്റെ ആശയത്തെ വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമുക്ക് തീവ്രവാദി എന്ന് പറയാൻ കഴിയുക. IDF ഒരിക്കലും അങ്ങനെയല്ല. ശത്രു രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ രാജ്യം, കേരളത്തിൻ്റെ 1/3 മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യം, അതിൻ്റെ സൈനിക ശേഷി, അതിൻ്റെ ടെക്നോളജി, അതിൻ്റേതായിട്ടുള്ള മിലിറ്ററി ആയിട്ടുള്ള കേപ്പബിലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ശക്തമായിട്ട് ശത്രു രാജ്യങ്ങളെ കീഴടക്കി മുന്നേറുന്നു. അതൊരിക്കലും തീവ്രവാദമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല. അതവരുടെ നിലനിൽപ്പാണ്. ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദെയർ എക്സിസ്റ്റൻസ് ആണ്. അതിനെ നമുക്കൊരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. ആ പരാമർശം മാഹിൻ നടത്തിയത് തികച്ചും തെറ്റാണ്. ഇനി മാഹിനോട് ഒരു കാര്യം പറയാനുള്ളത്, മാഹിൻ പറഞ്ഞു ഇസ്രായേലിലെ മലയാളികൾ വളരെ മോശമായിട്ട് പ്രതികരിച്ചു, തന്നെ വെൽക്കം ചെയ്യേണ്ട മലയാളികൾ തന്നെ അകറ്റി നിർത്തിയെന്ന് പറയാനിടയെ തന്നു. മാഹിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, താൻ ചെയ്ത വീഡിയോ വളരെ തെറ്റായിപ്പോയി. അത് പ്രൊവോക്കിംഗ് ആണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവിടെ ജോലി ചെയ്യുന്ന ഓരോ മറ്റു രാജ്യങ്ങളിലെ പൗരനെയും തങ്ങളുടെ പൗരന്മാരെ പോലെ തന്നെ കണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ നന്നായിട്ട് സുരക്ഷിതമായി കൊണ്ടുനടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ആ രാജ്യത്തോട് അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു മമതയുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ രാജ്യത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, ആ രാജ്യത്ത് പോയി ജോലി ചെയ്ത് നിങ്ങളുടെ കുടുംബത്തെ കെട്ടിപ്പടുത്ത് നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തി നന്നായി ജീവിക്കുന്ന ഏതൊരു പൗരനും, എസ്പെഷ്യലി മലയാളിക്കും, അവർക്ക് ആ രാജ്യത്തെ പറ്റി ഒരാൾ മോശമായി പറഞ്ഞാൽ അവർക്കത് വേദനിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് റിയാക്ഷൻസ്, വീഡിയോസൊക്കെ വന്നതും അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ വന്നതും. അതൊരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ
അത് അവരുടേതായിട്ടുള്ള അറിവിൽ നിന്നോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പഠനത്തിൽ നിന്നോ ഒക്കെ വന്നിട്ടുള്ള കാര്യമാണ്. തികച്ചും മാഹിൻ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില പരാമർശങ്ങൾ മാഹിന്റെ വീഡിയോയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ രാജ്യത്ത് നിൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നല്ല കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള മോശം പറയേണ്ടെന്നല്ല, മോശം പറയണം, പക്ഷെ പറയുന്നതിനൊരു സഭ്യതയുണ്ട്. ആ സഭ്യത വിട്ടിട്ടാണ് ജൂതനാമം എഴുതപ്പെട്ട ജട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തമ്പനയിലിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതൊരു പ്രൊവോക്കേഷൻ ആയിരുന്നു. അപ്പം എൻ്റെ വീഡിയോയുടെ തമ്പനയിൽ ഇതാണ്: മാഹിൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. അതിന് ഞാൻ കൊടുക്കുന്ന കൺക്ലൂഷൻ, മാഹിൻ ചെയ്തത് അബ്സല്യൂട്ട്ലി തെറ്റായ സന്ദേശമാണ്. അതൊരിക്കലും പാടില്ലായിരുന്നു. താങ്കൾ കുറച്ചും കൂടി വിവേകത്തോടു കൂടി, താങ്കൾ കുറച്ചും കൂടി ഒരു 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 എന്താ പറയുക, വിശാല മനസ്കതയോടുകൂടി കണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ താങ്കൾക്ക് ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചേനെ. അപ്പോൾ മാഹിൻ ഇനിയെങ്കിലും മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ, താൻ സൗദി അറേബ്യയിൽ പോയാലും ഇറാനിൽ പോയാലും ഇസ്രായേലിൽ പോയാലും അമേരിക്കയിൽ പോയാലും അവിടുത്തെ ജനത്തിന് താങ്കൾ ഇനിയിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം കൂടെ അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തിക്കൊള്ളാം. താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഇസ്രായേലിലുള്ളവർക്ക് ഒന്നും ഒരു പ്രശ്നമില്ല എന്ന്, ഇവിടെ ഉള്ള മറ്റുള്ളവർക്കാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത്. താങ്കൾ വീഡിയോ ചെയ്തത് മലയാളത്തിലാണ്. മലയാളത്തിലായതുകൊണ്ട് മലയാളികൾ അതിനോട് പ്രതികരിക്കുന്നു. താങ്കൾ ജൂയിഷ് ഭാഷയിലോ ഹീബ്രുവിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ താങ്കൾക്ക് ഇതിലും വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ താങ്കൾ വളരെയധികം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേനെ. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ ചെയ്തതുകൊണ്ട് മലയാളികൾ അതിനെ വിമർശിച്ചു. താങ്കൾ ഇംഗ്ലീഷിൽ ചെയ്താൽ മറ്റുള്ളവർ, ഇംഗ്ലീഷ് അറിയാവുന്നവരെല്ലാം അതിനെ, ഒരുപക്ഷെ ആ രാജ്യത്തെ സ്നേഹിക്കുന്നവർ അതിനെ വിമർശിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു സന്ദേശം കൊടുത്തത് കൊണ്ട് താങ്കൾ ചെയ്ത കുറ്റം അല്ല എന്ന് വരുന്നില്ല, അല്ലെങ്കിൽ താങ്കൾ ചെയ്തത് മര്യാദകേടാണ് അല്ലെങ്കിൽ ഒരു ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതിന് ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും മാഹിൻ എന്ന് പറയുന്ന വ്ളോഗർ താങ്കൾ കുറച്ചും കൂടി താങ്കളുടെ എന്താ പറയുന്ന താങ്കൾ കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു രാജ്യത്ത് പോകുമ്പോൾ, ആ രാജ്യം അതിൻ്റെതായ ചിട്ടകളിലും അതിൻ്റെതായിട്ടുള്ള സെറ്റപ്പുകളിലും ഒക്കെ നന്നായി പോകുന്ന ഒരു രാജ്യമാണ്. അവിടെ പോയിട്ട് ഈ ഒരു യുദ്ധത്തിൻ്റെ നടുവിലൊക്കെ നിൽക്കുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ മലയാളികളൊക്കെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ തീവ്രവാദം, ഹമാസും ഹിസ്ബുള്ളയും അതേപോലെ തന്നെ ഹൂതികളും അതേപോലെ തന്നെ ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക റെസിസ്റ്റൻസിന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ജനമാണ് ഇവർ, ഈ കഴിഞ്ഞ 430 ദിവസമായിട്ട്. അപ്പോൾ അവർക്ക് ശക്തമായിട്ടും ഈ തീവ്രവാദത്തിനെതിരെ സംസാരിക്കേണ്ടതുണ്ടാവും. അവരത് സംസാരിക്കും. അതൊരിക്കലും തെറ്റല്ല. അത് അങ്ങനെ തെറ്റായിട്ട് കാണുന്നത് തന്നെ നിങ്ങളുടെ സങ്കുചിതമായ ചിന്താഗതിയോ അല്ലെങ്കിൽ ഒരു കോൺമൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആശയത്തിന്റെ പേരിലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ മലയാളികളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല, ആ രാജ്യത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദെയർ എക്സിസ്റ്റൻസ്. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യുക. ഇത്തരം സിറ്റുവേഷനിലൊന്നും പോയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കുക. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. മാഹിൻ കുറച്ചും കൂടെ സമചിത്തതയോടുകൂടി പെരുമാറേണ്ടതായിരുന്നു. ബൈ ബൈ.